61 വയസ്സുള്ള ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഉറക്കം ശരിയാക്കാൻ ഇദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ടൈം കുറച്ചു, കോഫി കുടിക്കുന്നത് ഒഴിവാക്കി, ഉറങ്ങുന്നതിന് മുമ്പേ ചൂടുവെള്ളത്തിൽ കുളിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇദ്ദേഹത്തിന് ഞാൻ റെക്കമെൻഡ് ചെയ്തത് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ആയിരുന്നു. മെലറ്റോണിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ ഈ ചാനലിലുള്ള വീഡിയോസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മെലറ്റോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എത്ര ഡോസിലാണ് കഴിക്കേണ്ടത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. മെലറ്റോണിൻ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ വെറും ഒരു സപ്ലിമെൻ്റ് അല്ല, നമ്മളുടെ ബോഡിയിൽ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ബ്രെയിനിൽ പിനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. മെലറ്റോണിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മളുടെ സ്ലീപ്പും വേക്ക്ഫുള്ളും, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇത് രണ്ടും തമ്മിലുള്ള സൈക്കിൾസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് സൺലൈറ്റും പലതരത്തിലുള്ള ലൈറ്റും നമ്മളുടെ കണ്ണിൽ തട്ടും. കണ്ണിലെത്തുന്ന ലൈറ്റ് സിഗ്നൽസ് വഴി ബ്രെയിനിന് രാവിലെയായി പകലായി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാത്രി ആവുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്, ലൈറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കൂടുതൽ ലൈറ്റുള്ള സമയത്ത്, അതായത് പകൽ സമയത്ത്, ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ മെലറ്റോണിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതായത് ലൈറ്റിന് മെലറ്റോണിൻ്റെ അളവ് കുറച്ച് നിർത്താനുള്ള കഴിവുണ്ട്. ഇനി ലൈറ്റ് കുറയുന്ന സമയത്ത് മെലറ്റോണിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂടി വരും. ഇങ്ങനെയാണ് നമുക്ക് ഉറക്കം തുടങ്ങുന്നതും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് രാത്രി സമയമായി കഴിഞ്ഞാൽ വീട്ടിലുള്ള ലൈറ്റിൻ്റെ അളവ് കുറയ്ക്കണം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതാണ്, മെലറ്റോണിൻ്റെ അളവ് കൂട്ടി നിർത്താൻ വേണ്ടി. പക്ഷേ മെലറ്റോണിൻ ഒരു ഹോർമോണിനേക്കാളും സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിൽ അധികം ആൾക്കാരും ഉപയോഗിക്കുന്നത് ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് വരുന്നത് സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. സപ്ലിമെൻ്റ് രൂപത്തിൽ മാത്രമല്ല, മെലറ്റോണിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തക്കാളിയിലും വാൽനട്ടിലും ചില തരത്തിലുള്ള സീരിയൽസിലും സ്ട്രോബെറീസിലും ചെറീസിലും വൈനിലും ചെറിയ അളവിൽ മിൽക്കിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി മെലറ്റോണിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പലതരത്തിലുള്ള കണ്ടീഷൻസിൽ മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് സ്ലീപ്പ് തുടങ്ങാൻ, ഇനീഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇത് പ്രത്യേകിച്ചും യൂസ്ഫുൾ ആവുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക്, ജെറ്റ് ലാഗ് ഉള്ളവർക്ക്, അതായത് ഒരു രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈം സോണിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ടൈം സോൺ വ്യത്യാസം കാരണം നമ്മുടെ സർക്കൈഡിയൻ റിതം ഡിസ്റ്റർബ്ഡ് ആവും. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ദിവസങ്ങളിൽ സാധാരണ സമയത്ത് കിടന്നുറങ്ങാം. മറ്റു ദിവസങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല, അപ്പോൾ അവർക്ക് പകൽ ഉറങ്ങേണ്ടി വരും. ഇവർക്കും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് യൂസ്ഫുൾ ആണ്. ഇവർ വിചാരിച്ച സമയത്ത് ഉറക്കം സ്റ്റാർട്ട് ചെയ്യാൻ. ഉറക്കത്തിന് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിലും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ മെലറ്റോണിന് ചെറിയൊരു ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ചെവിയിൽ ഫുൾ ടൈം മൂളിച്ച കേൾക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതിൻ്റെ പേര് ടിനിറ്റസ് എന്നാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും മെലറ്റോണിൻ നമുക്ക് ഉപയോഗിക്കാം. മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് നെഗ്ലിജിബിൾ, അതായത് വളരെ ചെറിയ അളവിൽ വെയിറ്റ് ലോസും ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വെയിറ്റ് ലോസിന് വേണ്ടി വെറും മെലറ്റോണിൻ ആരും ഡിപ്പെൻഡ് ചെയ്യാറില്ല. അവസാനമായി പലതരത്തിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബെനിഫിറ്റ്സിലൊക്കെ നടത്തിയിട്ടുള്ള ഹ്യൂമൻ സ്റ്റഡീസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് കൂടുതൽ എവിഡൻസ് നമുക്ക് ഇതിനെക്കുറിച്ച് കളക്ട് ചെയ്യേണ്ടതുണ്ട്. സ്ഥിരമായി പുകവലിക്കുന്നവർക്ക് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് ആവില്ല. കാരണം സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്നവർക്ക് മെലറ്റോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈംസ് അവരുടെ ബോഡിയിൽ കാണാറുണ്ട്. പ്രായം കൂടുതലുള്ളവർക്ക്, 60s ഒക്കെ കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ഇഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ നോർമൽ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ചില ജോഗ്രഫിക് ഏരിയയിൽ ഉള്ളവർക്ക് ജനറ്റിക്കലി മെലറ്റോണിൻ പ്രൊഡക്ഷനും കുറവായിരിക്കും. ഇവർക്ക് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റഡീസിൽ പറയുന്ന മെലറ്റോണിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാനാണ്. പക്ഷേ ഇവിടെയും എവിഡൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് നോക്കാം. സാധാരണ രീതിയിൽ അധികം ആൾക്കാർക്കും മെലറ്റോണിൻ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കാറില്ല. ഇനി അഥവാ സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് പകൽ സമയത്ത് ഉറക്കം വരുന്നതും തലവേദനയും നോസിയ, അതായത് വിമിഷ്ടം പോലത്തെ ഫീലിങ്സ് ഒക്കെയാണ്. മെലറ്റോണിൻ്റെ ഡോസ് കൂടുന്നതിനനുസരിച്ച് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ഇത് മോസ്റ്റ്ലി കണ്ടുവരുന്നത് പ്രായം കുറവുള്ളവർക്കാണ്. കുട്ടികൾക്ക് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പാടുള്ളതല്ല. മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് അഡിക്റ്റീവ് അല്ല. അതായത് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താതെ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല.
മെലറ്റോണിന് REM സ്റ്റേജ് സ്ലീപ്പിൽ എഫക്റ്റ് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. REM സ്റ്റേജിലാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് കൂടുതൽ REM സ്റ്റേജ് സ്ലീപ്പ് ഉണ്ടാവാനും കൂടുതലായിട്ടും ഡ്രീംസ് ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് രാത്രി ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല, പകൽ സമയത്ത് നൈറ്റ് മെയർസും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അൺകോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. കുറച്ച് പേർക്ക് അറിയേണ്ടത് മെലറ്റോണിൻ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മെലറ്റോണിൻ്റെ അളവിനെ അത് കുറയ്ക്കുകയോ ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ നടത്തിയുള്ള സ്റ്റഡീസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതായത് സ്ഥിരമായി മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന മെലറ്റോണിൻ അത് നോർമൽ ലെവലിൽ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റഡിയിൽ പറയുന്നത് 2 മില്ലിഗ്രാംസ് വരെ മെലറ്റോണിൻ ഡെയിലി കഴിച്ചവർക്ക് 6 മാസം വരെ കഴിച്ചവർക്ക് അവരുടെ നോർമൽ മെലറ്റോണിൻ പ്രൊഡക്ഷനിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ചില ആനിമൽ സ്റ്റഡീസിൽ പറയുന്നത് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ കുറവ് ഉണ്ടാവാമെന്നാണ്. പക്ഷേ ഇത് ഹ്യൂമൻ സ്റ്റഡീസിൽ ഇതുവരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് മെലറ്റോണിൻ്റെ റിസെപ്റ്റേഴ്സ് ബ്രെയിനിൽ മാത്രമല്ല ഉള്ളത്, ബോഡീൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ട്. ഉദാഹരണത്തിന് ഇൻറ്റസ്റ്റൈനിലുണ്ട്, പാൻക്രിയാസിലുണ്ട്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കോശങ്ങളുടെ മുകളിലും മെലറ്റോണിൻ റിസെപ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. ഇത് കാരണമാണ് മെലറ്റോണിന് സ്ലീപ്പിൽ മാത്രമല്ല മറ്റു തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിലും ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി മെലറ്റോണിൻ്റെ ഡോസിലേക്ക് വരാം. സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് മെലറ്റോണിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്ന ഡോസ് എന്ന് പറയുന്നത് 300 മൈക്രോഗ്രാം മുതൽ 5 മില്ലിഗ്രാം വരെയാണ്. പലതരത്തിലുള്ള മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് ഡോസ് 3 മില്ലിഗ്രാം ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ ഡോസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചില മെലറ്റോണിൻ അടങ്ങിയിട്ടുള്ള ഗമ്മീസിൽ 10ഉം 20 മില്ലിഗ്രാം മെലറ്റോണിനൊക്കെ കാണാറുണ്ട്. സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവരും ജെറ്റ് ലാഗ് ഉള്ളവരും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ഉള്ളവരും ഒന്നും 20ഉം 10 മില്ലിഗ്രാം മെലറ്റോണിൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും 3 മില്ലിഗ്രാംസിന് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെയാണ് ഏറ്റവും നല്ലത്. ചില സിറ്റുവേഷനിൽ നമുക്ക് 300 മൈക്രോഗ്രാമിൽ പോലും മെലറ്റോണിൻ്റെ സപ്ലിമെൻറ്റ്സിൻ്റെ ഡോസ് സ്റ്റാർട്ട് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മെലറ്റോണിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡോസ് റിലേറ്റഡ് അല്ല. കൂടുതൽ ഡോസിൽ മെലറ്റോണിൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുന്നും വിചാരിക്കരുത്. ഇങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടുമില്ല, ഇങ്ങനത്തെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുമില്ല. മെലറ്റോണിൻ കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് ഉറങ്ങാൻ പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേ കഴിക്കുന്നതാണ്. ചിലർക്ക് 3 മണിക്കൂർ മുമ്പേ വരെ കഴിച്ചു കഴിഞ്ഞാലും മെലറ്റോണിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞ 61 വയസ്സുള്ള അദ്ദേഹത്തിനും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് 5 മില്ലിഗ്രാം ആയിരുന്നു കഴിച്ചത്. 3 ആഴ്ച കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ കറക്റ്റ് ആവുന്നതായിട്ടും ഇദ്ദേഹത്തിന് കുറച്ചും കൂടിയും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതായിട്ടും പെട്ടെന്ന് ഉറക്കം വരുന്നതായിട്ടും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെലറ്റോണിൻ പക്ഷേ എല്ലാവർക്കും ഇതേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യോ ഇല്ലയെന്ന് നോക്കുന്നതിൻ്റെ മുമ്പേ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ മരുന്നോ സപ്ലിമെൻറ്റ്സോ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. സ്ലീപ്പ് കൺസിസ്റ്റൻസിയും സ്ലീപ്പ് ഹൈജീനും മെച്ചപ്പെടുന്നതിനനുസരിച്ച് തന്നെ അധികം ആൾക്കാർക്കും സ്ലീപ്പ് പ്രോപ്പറാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ കാണുക. മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെയല്ല കാണേണ്ടത്, ഒരു സൈക്കോളജിസ്റ്റിനെയാണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡോഫോഡിയിൽ അത്തരത്തിലുള്ള ഓൺലൈൻ സർവീസസും അവൈലബിൾ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നിങ്ങൾ എത്ര ഡോസിലാണ് കഴിച്ചിട്ടുള്ളത്? ഈ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉറക്കത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.